നമസ്കാരം. സാധാരണക്കാർക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച ശ്രീനിവാസന്റെ മരണവും സർക്കാർ ആശുപത്രിയിൽ. പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒഴിവാക്കി കൃഷിയെയും പരിസ്ഥിതിയെയും സ്നേഹിച്ച് ജീവിച്ച ശ്രീനിവാസൻ മടങ്ങുകയാണ്. ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും വഴി ശ്വാസം മുട്ടലുണ്ടായി. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചു. ഭാര്യ വിമല ഉൾപ്പെടെ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. അസുഖബാധിതനായ ശ്രീനിവാസൻ ഏറെ നാളായി കണ്ടനാട്ടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇവിടെയാകും ശ്രീനിവാസന് അന്ത്യവിശ്രമം ഒരുക്കുക. അസുഖമാണെങ്കിലും ശ്രീനിവാസൻ ഇടയ്ക്ക് പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. അതേസമയം അടുത്തിടെയുണ്ടായ വീഴ്ചയ്ക്ക് ശേഷം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ആരോഗ്യം ക്ഷയിച്ച് തനിക്ക് മതിയായി എന്ന് പറഞ്ഞിരുന്നതായി സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു. ഒരാഴ്ച മുമ്പായിരുന്നു ഈ സംഭാഷണം. ശ്രീനിവാസന്റെ മൃതദേഹം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 വരെ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും. അതുല്യ പ്രതിഭയുടെ ജീവിതം ലളിതമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എറണാകുളം ജില്ലയിലെ കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വീട്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ വീട് ശ്രീനിവാസന്റെ തന്നെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമായിരുന്നു. കണ്ടനാട്ടെ തന്റെ മണ്ണിൽ അദ്ദേഹം നടത്തിയ ജൈവകൃഷി പരീക്ഷണങ്ങളാണ് ഈ പ്രദേശത്തെ വാർത്തകളിൽ നിറച്ചത്. കണ്ടനാട്ടെ പാടശേഖരങ്ങളിൽ ഇറങ്ങി വിത്തെറിഞ്ഞും വിളവെടുത്തും ഒരു സാധാരണ കർഷകനായി ജീവിക്കാൻ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും മണ്ണിലേക്ക് മടങ്ങാനുള്ള ശ്രീനിവാസന്റെ ആഗ്രഹം വലിയൊരു സന്ദേശമാണ് നൽകിയത്. തരിശു നിലങ്ങളെ പച്ചപ്പണിയിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. നമ്മൾ കഴിക്കുന്ന വിഷരഹിതമായ ഭക്ഷണം നമ്മുടെ തന്നെ മണ്ണിൽ നിന്ന് ഉണ്ടാകണം എന്ന ലളിതമായ ദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കണ്ടനാട്ടെ വീടിന്റെ മുറ്റത്ത് വച്ചാണ് മലയാള സിനിമയിലെ പല ഐതിഹാസിക തിരക്കഥകളും പിറവികൊണ്ടത്. ആ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് അദ്ദേഹം തന്റെ നിരീക്ഷണങ്ങളെ പേനത്തുമ്പിലൂടെ കടലാസിലേക്ക് പകർത്തി. നാട്ടുകാർക്ക് അദ്ദേഹം സിനിമയിലെ വലിയ താരമായിരുന്നില്ല, മറിച്ച് സരസമായി സംസാരിക്കുന്ന, ലളിതമായി ജീവിക്കുന്ന തങ്ങളിൽ ഒരാളായിരുന്നു. അസുഖബാധിതനായി വിശ്രമത്തിലായിരുന്നപ്പോഴും കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തുന്ന ഓരോ വ്യക്തിയെയും സ്വീകരിക്കാനും അവരോട് തമാശകൾ പങ്കുവയ്ക്കാനും മറന്നില്ല. ആശുപത്രിയിൽ നിന്നും ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടിലെത്തിച്ച മൃതദേഹം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 8:30 തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവിധ രോഗങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു. പ്രിയ നേതാവിന്റെ മരണവാർത്തയറിഞ്ഞ് സിനിമാ, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിലുള്ളവർ ആശുപത്രിയിലേക്ക് എത്തി. മരണവാർത്തയറിഞ്ഞ് സിനിമാ പ്രവർത്തകർ കൊച്ചിയിലേക്ക് എത്തുകയാണ്. നടൻ മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പം ശ്രീനിവാസന്റെ വീട്ടിലെത്തി. നടൻ എന്നതിനു പുറമെ സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്ന നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസൻ നർമ്മത്തിന്റെ മേമ്പടിയോടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരയിലെത്തിച്ചു. 3.5 ദശകത്തോളം ചലച്ചിത്രത്തിന്റെ സർവ്വ മേഖലകളിലും തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു.